ഒരു ഹോം ടൂർ വീഡിയോ കണ്ടാലോ? ഈ വീട് വാങ്ങിയാലോ എന്നാലോചിച്ച് തുടങ്ങിയതിന് ശേഷം എടുത്ത വീഡിയോസാണിത്. പ്രധാനമായിട്ടും നാട്ടിലേക്ക് അയക്കാനാണ് ഈ വീഡിയോസ് എടുത്തത്. ഞങ്ങളിവിടെ വീട് നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. റെഡ്ഫിൻ ആപ്പ് വഴിയും ഓപ്പൺ ഹൗസ്, മോഡൽ ഹോംസ് എന്നൊക്കെ പറയുന്ന കുറച്ച് കലാപരിപാടികൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ഞങ്ങൾക്കൊരു റിയൽട്ടറും ഉണ്ടായിരുന്നു. റെൻറ്റിനേക്കാൾ നല്ലത് EMI ആണെന്നുള്ളൊരു പൊതുബോധം ഞങ്ങൾക്കും ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ വീട് നോക്കാൻ തുടങ്ങിയത്. വീട് നോക്കുമ്പോഴും ഇതിപ്പോഴേ വേണോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പല കാര്യങ്ങളും സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഡെസ്റ്റിനി എന്നൊക്കെ പറയില്ലേ, അത് സത്യമാണെന്ന് തോന്നുന്നു. ഈ വീട് വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ജൂൺ പകുതിയോട് കൂടിയാണ് ഞങ്ങൾ ഈ വീട് വന്ന് കണ്ടത്. ഇതിൻ്റെ ഒരു മോഡൽ ഹോം ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഓരോ വീട് കാണാൻ പോകുമ്പോഴും ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കുമായിരുന്നു. ഞങ്ങൾ മനസ്സുകൊണ്ട് പാലുകാച്ചി വരെ നടത്തിയ വീടുകൾ അതിൽ ഉൾപ്പെടും. പിന്നെ ഞാൻ വീഡിയോ എടുക്കാതെയായി. അപ്പോൾ നമുക്ക് ഈ വീടിനെ കുറിച്ച് പറയാം. ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള വീടുകൾ 4 വർഷം മുമ്പ് പണിതതാണ്. ബാക്ക് സൈഡിൽ പുതിയ വീടുകളുടെ പണി നടക്കുന്നതേ ഉള്ളൂ. മൊത്തം ഈ വീട്ടിൽ 4 റൂമുണ്ട്. അതിലൊരെണ്ണം താഴെയും ബാക്കി 3 മുകളിലുമാണ്. ഇപ്പോൾ കണ്ടത് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂമും ബാത്റൂമുമായിട്ടൊരു ഡോർ സെപ്പറേഷൻ കണ്ടുവരാറില്ല. ഇതാണ് ഇവിടുത്തെ വാക്ക്-ഇൻ ക്ലോസറ്റ്. ഇതിൻ്റെ ഒരു മേക്ക് ഓവർ വീഡിയോ പറ്റിയാൽ അടുത്ത വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താം. ജൂലൈ 22 ഞങ്ങൾക്ക് ഈ വീടിൻ്റെ ഒരു വാക്ക് ത്രൂ കിട്ടി. 24 ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷന് വേണ്ടി ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ ഒരു അറ്റോർണി വന്നിരുന്നു. 25 വീടിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്തു. 27 ഹൗസ് വാമിംഗ് നടത്തി ഞങ്ങളിങ്ങോട്ട് താമസം മാറി.